ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു വേർട്ടിക്കൽ വീഡിയോ ആണ്. യൂഷ്വലി ഞാൻ യൂട്യൂബിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇതെൻ്റെ ഫേവററ്റ് സാരിയാണ്. റീസെൻറ്റ് ടൈമിൽ ഞാൻ ഈ സാരി എടുത്ത് പോയപ്പോൾ എനിക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ ഈ സാരി എടുത്ത് പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മഹേശ്വരി സിൽക്കിൽ വരുന്ന ഒരു ഹാൻഡ്ലൂം സാരിയാണ്. ഇതിൻ്റെ ഒത്തിരി റെപ്ലിക്ക ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ഞാൻ ഈ സാരി കാണുന്നത് നമ്മുടെ നയൻതാര ഒരു ഫങ്ഷന് വന്നിട്ട് ഉടുത്തതിന് ശേഷമാണ് ഈ കളറും ഈ സാരിയും ഭയങ്കര ഹിറ്റായത്. പക്ഷെ അപ്പം എനിക്കിത് വാങ്ങിക്കണം തോന്നിയില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വേറെ ഒരു കുട്ടി ഒരു പേജിൽ ഈ സാരി എടുത്ത് ഡാൻസ് കളിക്കുന്ന കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ആ ഡാൻസിൻ്റെ ഭംഗിയാണോ സാരിയുടെ ഭംഗിയാണോ എന്നറിയില്ല. എനിക്ക് അപ്പം തന്നെ തോന്നി എനിക്ക് ഈ സാരി വേണം. അങ്ങനെ പർച്ചേസ് ചെയ്ത ഒരു സാരിയാണിത്. അപ്പം ഇന്ന് ഈ സാരി വെച്ചിട്ട് ഞാനൊരു ഹാക്ക് പരീക്ഷിക്കാൻ പോവാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അതായത് നമ്മൾ സൈഡ് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത്, അതായത് സൈഡ് പ്ലീറ്റ് അല്ല, നമ്മുടെ താഴത്തെ പ്ലീറ്റ്സ് എടുക്കില്ലേ, ആ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കാനുള്ള ഒരു ഹാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവരതിനകത്ത് കാണിച്ചത്. അവർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ സാരി എടുത്തിട്ട് ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം. ഇപ്പം നമുക്ക് ഹാക്കിലേക്ക് വരാം. അതായത് നമ്മുടെ സാരി താഴത്തെ പ്ലീറ്റ് എടുക്കുമ്പോൾ സൈഡിൽ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് വരാനുള്ളൊരു ഹാക്കാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു 3-4 കുഞ്ഞി പ്ലീറ്റ് എടുക്കുക നമ്മുടെ സൈഡിൽ. അതായത് നമ്മുടെ സാരിയുടെ പല്ലു ഇങ്ങനെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ 3-4 പ്ലീറ്റ്സ് എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഒതുക്കി വയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഫാബ്രിക് എടുത്തിട്ട് നോർമലി നമ്മൾ താഴത്തെ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കുക. അപ്പം ഞാനത് ഭയങ്കര കാര്യമായിട്ട് വളരെ പ്രതീക്ഷയോടെയാണ് ചെയ്തത്. പക്ഷേ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്കെന്തായാലും ശരിയായില്ല. ഞാൻ ആ ഹാക്ക് ട്രൈ ചെയ്തപ്പം നോർമലി കിട്ടുന്ന ഒരു ഫിനിഷിങ് പോലും എനിക്ക് കിട്ടിയില്ല. നോക്കൂ, വളരെ എന്താ പറയുക, ഒട്ടും സാരി ഉടുക്കാൻ അറിയാത്ത ഒരാൾ സാരി ഉടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ആ ശ്രമവും ആ ഹാക്കും ഞാൻ അവിടെ തന്നെ അപ്പം ഉപേക്ഷിച്ചു. എന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ നോർമലി നമ്മുടെ നീവി ഡ്രേപ്പിന് പ്ലീറ്റ് എടുക്കുന്ന പോലെ സാധാരണ പ്ലീറ്റ് ഞാൻ ഇത്രയും കാലം ശീലിച്ച് വന്ന രീതിയിൽ പ്ലീറ്റ്സ് എടുത്തപ്പം എൻ്റെ മനസ്സിനും സന്തോഷമായി. സാരിയും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ സാരിയുടെ ഭംഗി കാരണമാണെന്ന് തോന്നുന്നു ഒത്തിരി പേര്, ഞാനിത് എടുത്തിട്ട് പോയ എക്സിബിഷനിലുള്ള ഒത്തിരി പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സാരി എവിടുന്നാണ് വാങ്ങിച്ചത്, ഇത് എവിടുന്നാണ് വാങ്ങിക്കേണ്ടത്. ഞാൻ വാങ്ങിച്ച പേജും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എടുത്തിട്ട് പോയ ആൾക്കാരുണ്ട്. പിന്നെ ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടി, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് നമ്മളതിനെ ഒന്ന് ഭംഗിയായിട്ട് ഉടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടും. എനിക്ക് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കോംപ്ലിമെൻറ്റ് എന്താ പറയുക, എനിക്ക് മനസ്സിൽ തട്ടിയ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള കുറേ അമ്മമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇവൻറ്റിന്. അപ്പോൾ അവരൊന്നും ഒരു മടിയില്ലാതെ വന്നിട്ട് നേരെ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്ത് സുന്ദരിയാണ്, ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്ത വേർഡ്സ്. നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എനിക്കും മനസ്സിന് ഒരു സന്തോഷമായി. പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ താരം ശോഭ വിശ്വനാഥില്ലേ, പുള്ളിക്കാരി വന്നിട്ടും പുള്ളിക്കാരിയും പറഞ്ഞു നല്ല രസമുണ്ട് കാണാൻ, നല്ല സുന്ദരിയായിട്ടുണ്ട്, പ്രത്യേകിച്ച് സാരി ഉടുത്തിട്ട് ഒരാളെ കണ്ടപ്പം നല്ല സന്തോഷമായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ കഥ. നല്ല രസമുള്ളൊരു സാരി അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സാരിയുടെ വാങ്ങിച്ച പേജ് ഞാൻ പറഞ്ഞു തരാം. എന്താ വെച്ചാൽ ഇത് അത്രയും ഭംഗിയായിട്ടുള്ളൊരു സാരിയാണ്. പിന്നെ ഈ സാരിയുടെ ബോർഡറിലൊക്കെ ഗോൾഡ് ആയതുകൊണ്ട് ഞാനിത് ഗോൾഡൻ ആക്സസറീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. 2 ചെറിയ വളയിട്ടു, ഒരു ഗോൾഡൻ കളർ ജിംക്കി കമ്മലിട്ടു. പിന്നെ മുടി വലുതായിട്ടൊന്നും ചെയ്തില്ല, മുടി ജസ്റ്റ് ഒരു ബണ്ണായിട്ട് കെട്ടി വെച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ നിൽക്കേണ്ട ജോലിയാണ്. അപ്പം മുടി അഴിച്ചിട്ട് പറപ്പിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ സിംഹക്കുട്ടീനെ പോലെ ഉണ്ടാവും. ഒരു കുഞ്ഞി ചുവന്ന പൊട്ട് വെച്ചു. എന്നിട്ട് മുടി ഒരു ബണ്ണാക്കിയിട്ട് അങ്ങോട്ട് കെട്ടി. മുടി ചീകിയൊന്നുമില്ല, ചുമ്മാ അഴിച്ചിട്ടിട്ട് അതിനെല്ലാം കൂടി എടുത്തൊരു ബണ്ണാക്കി കെട്ടി വെച്ചു. എന്നിട്ടിപ്പം ഞാൻ കർട്ടൻ ബാങ്ക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കർട്ടൻ ബാങ്ക്സിനെയൊക്കെ എടുത്ത് മുന്നിലേക്ക് ഇട്ടു.
അത്രയൊക്കെ ഉള്ളൂ. സാരി നല്ലതായതുകൊണ്ട് ഞാൻ മുഖത്തൊന്നും അധികം മേക്കപ്പ് ചെയ്തില്ല. കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ AC ഹാളിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂർ അതിനകത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇടും. വളരെ മോഡസ്റ്റായിട്ട് ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടൊന്നും ചെയ്തതല്ല, ചുമ്മാ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ സാരി ഉടുക്കുമ്പം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും പുതിയൊരു ഡ്രേപ്പിംഗ് സ്റ്റൈലുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.